എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ടീമും ആണെങ്കിൽ ആ വില്ലന്മാരെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ഭയത്തോടു കൂടെ എല്ലാവരോടും പറയും, നമ്മൾ കരുതും പോലെയല്ല ആ റോബോട്ട്സ്, അവറ്റകൾ വളരെ പവർഫുൾ ആണ്. അവറ്റകള് ഇടയിൽ എന്റെ പവർ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്തു. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. മൊട്ടപ്പനും കൊഹാനും ആണെങ്കിൽ എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണം. ഉണ്ടായ അനുഭവം അത് അവരോട് പറഞ്ഞേ പറ്റുമെന്ന് പറയും. പക്ഷെ ഹാൻസം ബോയ്ക്കാണെങ്കിൽ ഒരുപാട് ഭയം തോന്നും. ജസ്റ്റ് മിസ്സിനാണ് ഞാൻ എന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. ഏതാനും മിനിറ്റ് കൊണ്ട് ഞാൻ നരകയാതന അനുഭവിച്ചു. എനിക്കിനിയും അത് അനുഭവിക്കാനായിട്ട് പറ്റില്ല എന്ന് പറയും. ഉടനെ മൊട്ടപ്പനും ഖാനും അവർ രണ്ടുപേരും ഞങ്ങളെ കൊണ്ട് ഇത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആ സെൻസ് ബീനുമായിട്ട് അവിടേക്ക് പറന്നു പോവാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അല്പനേരം ആലോചിക്കും. അതിനുശേഷം എത്തിയാൻ എനിക്ക് പേടിയാണ്, കാരണം അവരുടെ പവർ ഒരുപാട് കൂടുതലാണ്. അവരുടെ മുൻപിൽ നമ്മൾ നിസ്സാരക്കാരാണ്. സോ അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ നോക്കാൻ പോവാണെന്ന് പറഞ്ഞ് പിന്നാലെ ഹാൻസം ബോയും അവിടുന്ന് കടന്നു പോകും. ബൊൽമയാണെങ്കിൽ റോബിനെ നോക്കും. നീ എന്തുകൊണ്ട് അവരോടൊപ്പം പോയി അവരെ സഹായിക്കുന്നില്ല? അതിന് റോബിൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇങ്ങനെയുള്ള ചീഫ് ഫൈറ്റുകളൊന്നും ചെയ്യാറില്ല. അത് കേട്ട് ബുൽമിക്കാണെങ്കിൽ ടെൻഷൻ കൂടും. അവർക്ക് വേണ്ടി മാത്രമല്ല അവർ ഫൈറ്റ് ചെയ്യുന്നത്, ഈ ഒരു ലോകത്തിനു വേണ്ടിയാണ്. ഫൈറ്റിന് ശേഷം നീ ഒരു വീരനാണെന്ന് മാത്രം എന്നോട് പറയാൻ പാടില്ല. ഈ ലോകത്തെയും നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നീ ഇപ്പൊ പോയേ പറ്റൂ. ഇവനാണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, എനിക്ക് അവരെ പോലെ പറക്കാനായിട്ട് കഴിയില്ല, എന്റെ കാറും എനിക്ക് നഷ്ടപ്പെട്ടു, സോ തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഗോക്കുവും ആ റോബോട്ടുകളും നമ്മുടെ ബാക്കിയുള്ള ആളുകളും ഇവരാണെങ്കിൽ ഇപ്പോഴും വിജനമായിട്ടുള്ള ഒരു സ്ഥലം തേടി അങ്ങനെ അരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ മുടിയൻ റോബോട്ട് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഇനിയും മുൻപോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ, നമുക്ക് തൽക്കാലം വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ താഴേക്ക് ലാൻഡ് ചെയ്യും. നമ്മുടെ ആൾക്കാരും തൊട്ട് പിന്നാലെ താഴേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ടു നിൽക്കും. പിക്കലോയ്ക്കാണെങ്കിൽ ഗോക്കുവിന് എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. നമ്മളെല്ലാവരും ഗോക്കുവിനെ പോലെ ഫ്ലൈ ചെയ്തല്ലേ വന്നേ, ഗോക്കു മാത്രം എങ്ങനെ ഇങ്ങനെ ടയേർഡായും ചിന്തിക്കും. ഒരു ഭാഗത്ത് ഹാൻസം ബോയും മൊട്ടപ്പനും കൊഹാനും അവർക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെയും ആ റോബോട്ടിനെയും പവർ സെൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് പോയാണെങ്കിൽ ടെൻഷനാവും. ഓ നോ, ഞാൻ പറഞ്ഞതല്ലേ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവരുടെ പവർ കൺട്രോൾ ചെയ്ത് വെക്കാൻ അവരെ കൊണ്ട് പറ്റും, ഇനി നമ്മളെങ്ങനെ അവരെ കണ്ടെത്തും? പിന്നെ മൊട്ടപ്പനാണെങ്കിൽ ഉച്ചത്തില് ഗോക്കുവിനെ വിളിക്കുകയാണ്. ഇവിടെ ഗോക്കു ആ റോബോട്ട്സിനോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാം? അതിനവര് പറയും, വർഷങ്ങളായി ഞങ്ങൾ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളുടെ ഒരു പ്രത്യേക തരം ഡിവൈസിലൂടെ വേൾഡ് മാർഷൽ ആർട്സ് ടൂർണമെന്റിലെ നിന്റെ പെർഫോമൻസും അതിനുശേഷം പിക്കലോയുമായിട്ട് ഏറ്റുമുട്ടിയതും പിന്നീട് സയാൻ വംശത്തിനോട് നീ ഏറ്റുമുട്ടിയതും പ്രധാനമായിട്ട് ബജീറ്റയോട് നീ ചെയ്ത ഫൈറ്റും അതെല്ലാം തന്നെ ഞങ്ങൾ കണ്ടു മനസ്സിലാക്കി. കൂടുതൽ ട്രെയിനിങ് എടുത്ത് തോൽപ്പിക്കാൻ പ്രാപ്തരായി ഇപ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഡോക്ടർ ജിറോ ആണ് നിന്നോട് പ്രതികാരം വീട്ടാനായി ഞങ്ങളെ ക്രിയേറ്റ് ചെയ്തത്. റെഡ് ഡീമൺ ആർമിയോട് ഞങ്ങൾക്കുള്ള മനോഭാവം അതെന്താണെന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അത് കേട്ട് ഗോക്കു അവൻ ഞെട്ടും. ഗോക്കു, നിന്റെ ഓരോ മൂവ്മെന്റ്സും കറക്റ്റായിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു, അതനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടാണ് ഇവിടേക്ക് വന്നത്, നിനക്ക് ഒരു കാരണവശാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, ആക്ച്വലി ഞാൻ നാമഗ്രഹത്തിലേക്ക് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ, അതിനുശേഷമുള്ളത് അത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഒരു സൂപ്പർ സയാനോടാണെന്ന് പറയും. അത് കേട്ട് അവർ ഞെട്ടും. ഗോക്കു ആണെങ്കിൽ ഞൊട്ടിയടയിൽ ഇപ്പൊ സൂപ്പർ സയാൻ മോഡിലേക്ക് പോകും. ഗോക്കുവിന്റെ മോഡ് അത് അവേക്കനാവേണ്ട താമസം ഇവിടെ ഗൊഹാനും ടീമും ആ പവർ തിരിച്ചറിഞ്ഞ് അവിടേക്ക് പോവുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ആ പവർ കണ്ട് ഷോക്കാവും. അതിന് ഗോഹാൻ പറയും, എന്റെ പപ്പയുടെ പവറാണ്, പപ്പ ഇപ്പോ സൂപ്പർ സയൻ മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ വീണ്ടും കാര്യമായിട്ട് സെൻസ് ചെയ്യും, ഓ നോ, ആ റോബോട്ട്സുകളുടെ പവർ മാത്രം സെൻസ് ചെയ്യാൻ എന്നെ കൊണ്ടാവുന്നില്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവിന്റെ പവർ കണ്ട് ഞെട്ടാണ്. ഓ നോ, ഇത്രയും പവർ എനിക്ക് അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ പോലും ഭയം തോന്നുന്നു പറയും. ഗോക്കു ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനോടും പിക്കലോയോടും രണ്ടുപേരോടും ദൂരേക്ക് മാറി നിൽക്കാനായിട്ട് പറയും. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഫൈറ്റാണ്, ഇത് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഇവിടെ ആ മുടിയൻ റോബോട്ട് ആണെങ്കിൽ ഇവനോട് പറയും, ആക്ച്വലി ഇവന്റെ പവർ അത് കയോക്കിനിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ്, നമുക്ക് കിട്ടിയ ഡാറ്റയെ കഴിഞ്ഞും ഒരുപാട് കൂടുതൽ, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അവനെ തോൽപ്പിക്കാനുള്ള പവർ ഉണ്ട്, ഈസി ആയിട്ട് നമുക്ക് അവനെ തോൽപ്പിക്കാമെന്ന് പറയും. ഗോക്കുവാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അങ്ങനെ പറന്നു വന്ന് ഇപ്പൊ ഉണ്ടപ്പനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അവനാണെങ്കിൽ ഗോക്കുവായിട്ട് ഫ്ലൈ ചെയ്ത് വലിയൊരു മൗണ്ടൈനിലേക്ക് പോകും. അതിനുശേഷം പ്രത്യേക പവർ ഗോക്കുവിന് നേരെ ആഞ്ഞടിപ്പിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ജസ്റ്റ് മിസ്സിനെ തെന്നിമാറും. ആ പവർ മൗണ്ടൈനിലിടിച്ച് മൗണ്ടൈൻ തകർന്നു വീഴും. ഗോക്കു ആണെങ്കിൽ ഓരോ ഭാഗത്തൂടെ ചെരിഞ്ഞും വളഞ്ഞും ഇപ്പൊ ആ ഉണ്ടപ്പനുമായിട്ട് ഏറ്റുമുട്ടി അവനെ ആഞ്ഞെട്ടിക്കും. അവനാണെങ്കിൽ തെറിച്ചു പോയി ഒരു മൗണ്ടൈനിൽ ഇടിച്ച് ആ മൗണ്ടൈൻ തകരുകയാണ്. ഇവിടെ ആ മുടിയൻ റോബോട്ടാണെങ്കിൽ ഇത് കണ്ട് അവന്റെ ദേഷ്യം 10 മടങ്ങാവും. പിക്കലോയും മാർഷൽ ആർട്സ് മാനും അവർക്ക് രണ്ടുപേർക്കും അത് കാണുമ്പോൾ അല്പം പ്രതീക്ഷ തോന്നുകയാണ്. പക്ഷേ ഗോക്കുവിന്റെ ഇടി കിട്ടിയ ഉണ്ടപ്പനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അവൻ വീണ്ടും ഗോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വരും. ഗോക്കു ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം അവനെ തല്ലി തെറിപ്പിക്കും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പിക്കലോട് പറയും,
നമ്മൾ കരുതും പോലെയല്ല ആ റോബോട്ട്സ് അവർ വളരെ പവർഫുൾ ആണ്. ഗോകുവിനെ കൊണ്ട് അവറ്റകളെ ഇല്ലാതാക്കാൻ പറ്റുമോ? കട്ട് ചെയ്ത ഇവിടെ ഗോക്കു ആണെങ്കിൽ നിർത്താതെ അതിനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആ മുടിയൻ റോബോട്ട് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. ഓ നോ, നമുക്ക് കിട്ടിയ ഡാറ്റയെ കഴിഞ്ഞും ഒരുപാട് പവർ അവന് കൂടുതലാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടപ്പന്റെ പവർ അത് പതിയെ പതിയെ കുറയാനായിട്ട് തുടങ്ങും. അത് അപകടത്തിന്റെ സൂചനയാണ്. കട്ട് ചെയ്ത മൊട്ടപ്പനും ടീമും ഇപ്പോ നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് വരികയാണ്. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് പറയും, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഗോകു നല്ല ഫോമിലാണ്. അവരെ അത് നിർത്താതെ അവൻ ഫുട്ബോൾ തട്ടുകയാണ്. ഉറപ്പായാലും നമ്മൾ ജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു പോസിറ്റീവ് സൈനാണ്. ആണെങ്കിൽ അതെല്ലാം കേട്ട് കൺട്രോൾ പോവും. ഓ നോ, ഗോകു ഇപ്പോഴും അവന്റെ ഫുൾ പവറിലല്ല അറ്റാക്ക് ചെയ്യുന്നത്. അവൻ ഇപ്പോഴും അവന്റെ പൂർണ്ണമായ സൂപ്പർ സയൻ മോഡിലേക്ക് പോയിട്ടില്ല. വെറും സാധാരണ ടെക്നിക്സ് ഉപയോഗിച്ച് അവനെ കൊണ്ട് അത്രയും പവർഫുൾ ആയ റോബോട്ടിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതുവരെ അവന്റെ പവർ ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ എന്താ സംഭവിക്കണേ? അത് കേട്ട് എല്ലാവരും ഞെട്ടും. ഗോഹാനാണെങ്കിൽ പിക്കലോട് പറയും, ഇനി ഒരു പക്ഷേ ഹാൻസം ബോയ് അവൻ പറഞ്ഞതുപോലെ ആ റോബോട്ട് ഇപ്പൊ എന്റെ പപ്പയുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ടാവോ? അത് കേട്ട് പിക്കലോ വണ്ടടിക്കും. എന്താ പറഞ്ഞത്? അവറ്റുകൾക്ക് അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിയുമെന്നോ? അതിന് ഹാൻസം ബോയ് പറയും, അതെ, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് അവരുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്തിരുന്നു. പക്ഷെ അപ്രകാരം തന്നെയായിരിക്കും ഇപ്പൊ ഗോകുവിന്റെ പവറും അവറ്റകൾ അബ്സോർബ് ചെയ്തെടുക്കുന്നത്. അവരത് പറയേണ്ട താമസം. ഗോകു ആണെങ്കിൽ അവനെ അച്ചറം പൊച്ചറ അടിച്ച് താഴേക്കിടും. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല. അവനാണെങ്കിൽ ദേഹത്ത് വീണ പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് വീണ്ടും ഹായായിട്ട് എഴുന്നേറ്റ് വരികയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഷോക്കാവും. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ അതെല്ലാം കണ്ട് അവന് റോബോട്ടാണ്, അതുകൊണ്ട് തന്നെ വേദന എന്താണെന്ന് അവൻ അറിയില്ല എന്ന് പറയും. ഇവിടെ ഗോകു ആണെങ്കിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്ത് ആ റോബോട്ട് നേരെ ആഞ്ഞടിക്കും. പക്ഷെ റോബോട്ട് ആണെങ്കിൽ ക്ഷണവേഗം കൊണ്ട് അതങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് ഷോക്കായി നമ്മുടെ ആൾക്കാർ വിളിച്ചു പറയും, ഒരു കാരണവശാലും നീ അപ്രകാരം പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല, അവൻ നിന്റെ പവർ അബ്സോർബ് ചെയ്തെടുക്കും. ഗോകു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ, അവനൊരു സ്പോഞ്ച് പോലെയാണ് എന്റെ പവർ അതവൻ അബ്സോർബ് ചെയ്തെടുത്തു. ആ മുടിയൻ റോബോട്ടാണെങ്കിൽ വിളിച്ചു പറയും, വാവ്, നീ ഇപ്പൊ അവന്റെ പവർ അബ്സോർബ് ചെയ്തെടുത്ത് അവന്റെ അത്രയും പവർഫുൾ ആയിരിക്കുകയാണ്. ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം അവനെ തകർക്ക്. അത് കേൾക്കേണ്ട താമസം ആ റോബോട്ട് മുകളിലേക്ക് പോയി ഗോകുവിനെ ആഞ്ഞടിക്കും. താഴെ വീണ ഗോകു ആണെങ്കിൽ വീണ്ടും അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഗോകു, നീ എന്തായി ചെയ്യണേ? നീ അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിന്റെ പവർ അവറ്റകൾ അബ്സോർബ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കും. അത് നിനക്ക് തന്നെ വലിയൊരു തോൽവി സമ്മാനിക്കും. ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, എന്റെ പപ്പയുടെ പവർ നഷ്ടമായിട്ടില്ല, അദ്ദേഹത്തിന്റെ ബോഡിയിൽ ഇനി ഒരുപക്ഷെ ആ ഒരു വൈറസ് അവർ കടത്തിവിട്ടിട്ടുണ്ടാവോ? അതിന് മൊട്ടപ്പം പറയും, അങ്ങനെ നടക്കാൻ യാതൊരു ചാൻസും ഇല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ ആന്റിഡോട്ട് ഗോകു സ്വീകരിച്ചതാണ്. സോ മറ്റെന്തുവാണ് സംഭവിക്കുന്നത്? ഓ നോ, എനിക്ക് എന്താ സംഭവിക്കണേ? എനിക്ക് എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഗോകു താഴേക്ക് വീഴും. അത് കേട്ട് ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, എന്റെ പപ്പ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു വൈറസ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് തളർത്തിയിരിക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം മൊട്ടപ്പനാണെങ്കിൽ ആ സെൻസുബീൻ പയർ ഇപ്പൊ ഗോകുവിന് കൊടുക്കും. പയർ കിട്ടിയ സന്തോഷത്തിൽ ഗോകു ആണെങ്കിൽ അതങ്ങനെ കഴിക്കുകയാണ്. ഉടനെ ആ മുടിയൻ റോബോട്ട് ആളാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് അവരെ പരിഹസിക്കും. നിങ്ങൾ ഇപ്പോഴും ഈ മിത്തിൽ വിശ്വസിച്ചിരിക്കുകയാണോ? ഈ ഒരു വിത്ത് കൊണ്ട് നിങ്ങൾക്കിനി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഉടനെ ആ ഉണ്ടപ്പൻ റോബോട്ട് ആണെങ്കിൽ വീണ്ടും വീണ്ടും ഗോകുവിനെ തല്ലി തല്ലി കൊല്ലുകയാണ്. അത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും, ഒരു സെൻസ് ബീൻ വിത്ത് അതിനി ഗോകുവിന്റെ ബോഡിയിൽ വർക്കൗട്ട് ആവുന്നില്ല എന്ന്. സോ അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്ന അതേസമയം ഇവിടെ ആ ഉണ്ടപ്പൻ റോബോട്ട് ഗോകുവിന്റെ കഴുത്ത് ഞെരിച്ച് അവന്റെ മുഴുവൻ പവറും അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പിക്കലോ ആണെങ്കിൽ വിളിച്ചു പറയും, ഇത് വലിയ ആപത്താണ്, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവിടേക്ക് പോകാൻ ശ്രമിക്കും. ഞൊട്ടിയിടയിൽ മുടിയൻ റോബോട്ട് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ തടയുകയാണ്. പിക്കലോ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ സെക്കൻഡുകൾ കൊണ്ട് അവനെ തകർത്ത് ആ ഒരു മുടിയൻ റോബോട്ട് താഴേക്കിടും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.